ഡൽഹിയിൽ വായുമലിനീകരണം സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ കൃത്രിമ മഴയെപ്പറ്റി ആലോചന നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മേഘങ്ങളിൽ ജലാംശം കുറവായതിനാൽ കൃത്രിമ മഴ സാധ്യമല്ലെന്നായിരുന്നു വിലയിരുത്തൽ. ജലാംശത്തിന് പരിഹാരമായാണ് ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. 1946-ൽ അമേരിക്കയിലാണ് ഈ ഉദ്യമത്തിനുള്ള ആദ്യ ശ്രമം തുടങ്ങിയത്. വിൻസെന്റ് ജെ ഷാഫർ എന്ന ശാസ്ത്രജ്ഞന്റെ ശ്രമം വിജയിക്കുകയും ചെയ്തു. ഇരുണ്ടുകൂടുന്ന കാർമേഘങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിച്ച് മഴ പെയ്യിക്കുവാനുള്ള സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് സീഡിംഗ്. ഇതിന് പല രീതികൾ ഇപ്പോൾ അവലംബിക്കാറുണ്ട്. അവയിൽ ഒരു പരീക്ഷണമാണ് 2021 ജൂലൈയിൽ UAE വിജയകരമായി പരീക്ഷിച്ചത്. പെയ്യാതെ പോകുന്ന മേഘങ്ങളിലേക്ക് രാസവസ്തുക്കൾ വിതറി ഘനീഭവിച്ച് മഴ പെയ്യിക്കുന്ന രീതിയാണിത്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 242 ക്ലൗഡ് സീഡിംഗ് പദ്ധതികളാണ് UAE നടപ്പാക്കിയത്. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഈ പ്രക്രിയ ചെയ്യുന്നത്. മേഘങ്ങളുടെ കൂട്ടങ്ങളിലേക്ക് ഡ്രോണുകളെ വേഗത്തിൽ കടത്തിവിട്ട് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നു. ഇതോടെ മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ പരസ്പരം ഒട്ടുകയും അവ വലിയ തുള്ളികളായി മാറുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നു. ക്ലൗഡ് സീഡിംഗിന്റെ പരിമിതികളിൽ പ്രധാനപ്പെട്ടത് ജലാംശം കൂടിയ മേഘങ്ങളിൽ മാത്രമേ വിജയിക്കൂ എന്നതാണ്. 50%-ലധികം ജലാംശമുള്ള മേഘം വേണം. കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയില്ലെന്നത് മറ്റൊരു പോരായ്മയാണ്. തീവ്ര മഴയുണ്ടായ സംഭവങ്ങളുമുണ്ട്. എന്തായാലും ഈ രംഗത്ത് ഗവേഷണങ്ങളും പഠനങ്ങളും ശാസ്ത്രലോകം തുടരുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.